അപ്പനോട് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ മറ്റേ സാധനമാണ്, കുഴപ്പമില്ല ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം എന്തെങ്കിലും ഒരു കാര്യത്തിൽ അപ്പനാവാൻ പറ്റുന്നത് ഇതിലാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ അപ്പനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന, അപ്പന്റെ ഉപദേശങ്ങൾ സ്ഥിരമായിട്ട് സ്വീകരിക്കുന്നവരാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാനാണ് എക്സ്പീരിയൻസ്ഡ്, ഞാനാണ് സീനിയർ, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ. മറ്റു പലരും ചോദിക്കുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ സിനിമയിൽ ഭയങ്കരമായ റോളുകളിലേക്ക് പോകുന്നു, അവരൊക്കെ അവാർഡുകൾ മേടിക്കുന്നു, അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിവുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അപ്പോൾ നമ്മളിതുവരെ വന്നില്ലേ? നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാനുള്ള മോട്ടിവേഷനുകളോ ലക്ഷ്യങ്ങളോ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യുമ്പോൾ അടുത്ത ലക്ഷ്യം ഉണ്ടാവും. ടോവിനോനെ എപ്പോഴെങ്കിലും അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ശ്രമിക്കണം തോന്നിയിട്ടില്ല. ഞാനൊന്നും മൂക്കട്ടെ. സച്ചിനുള്ളപ്പം കളി കണ്ടോണ്ടിരുന്ന, പിന്നെ ഇപ്പോൾ കളി അങ്ങനെ കളി കാണാൻ. സച്ചിനുള്ളതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചത്. എൻ്റെ കല്യാണത്തിന് അന്ന് വെളുപ്പിന് എന്താ പറയുക 3 മണിക്കോ 4 മണിക്കാണ്ടോ കൊല്ലത്തൊരു സ്റ്റേജിൽ പ്രോഗ്രാം നിൽക്കുന്ന ആളാണ് ഞാൻ. ഹാപ്പി ടു മീറ്റിൽ നിന്ന് നമുക്കൊപ്പം ടോവിനോ കോട്ടയം നസീർക്ക. നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം കണ്ടതിൽ. സോ ഹാപ്പി ടു മീറ്റ് യു. ശരിക്കും ഈ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമ, ആ സിനിമേൻ്റെ ട്രെയിലർ കാണുമ്പോഴും അതിനെക്കുറിച്ച് വായിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നതും ഒരു ക്രൈം ത്രില്ലർ തന്നെയാണ്. ഒരു ക്രൈം ത്രില്ലർ എന്നതിനപ്പുറത്തേക്ക് സിനിമകളെ കൃത്യമായി കാണുന്ന, സിനിമകളെ വിമർശിക്കുന്ന, സിനിമകളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന മലയാളിയെ എക്സൈറ്റ് ചെയ്യുന്ന എന്തൊക്കെ ഘടകങ്ങളായിരിക്കും ഇതിനകത്തുണ്ടാവുക? ത്രില്ലർ എന്ന് പറയുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യമല്ലേ? അതെ, അതിനപ്പുറം എന്നുള്ളതാണ്. അതിനപ്പുറം ഇതൊരു ഇമോഷണൽ ജേണിയും കൂടെയാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ ആണെങ്കിലും ഈ 4 പോലീസുകാരുടെയും ഒരു പെർട്ടിക്കുലർ ഒരു കേസ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇവരുടെ ജീവിതം കൂടെ ഇതിനകത്ത് ഓരോ കേസും കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇമോഷണൽ ഡ്രാമ എന്ന് പറയുന്ന ഇടത്തിൽപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഒരു ഭയങ്കര സീറ്റ് അടിച്ചിട്ട് ത്രില്ലർ എന്നുള്ളതിനേക്കാളും അപ്പുറം ഇതിനകത്തുണ്ട് ഇൻവെസ്റ്റിഗേഷനുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനായിട്ട് തന്നെയാണ് നമ്മൾ റൈറ്റർ അത് എഴുതി. അത് ആദ്യമായിട്ട് ഞാൻ കഥ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഇതിലെ സ്ക്രിപ്റ്റും അതിനകത്തുള്ള ഇൻവെസ്റ്റിഗേഷനും തന്നെയാണ്. തീർച്ചയായിട്ടും അതിനപ്പുറത്തുള്ള ലെയറുള്ളതെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു പോലീസുകാരൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും ക്വാളിറ്റി ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ, നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാവുന്നു, ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതൊരു എക്സൈറ്റിംഗ് ഫാക്ടറല്ലേ ക്വാളിറ്റിയുള്ള സിനിമകൾ. നമ്മൾ കുറേ കൺസ്ട്രെയിൻസിൻ്റെ നടുക്ക് നിന്നുകൊണ്ടിട്ടാണല്ലോ നമ്മൾ സിനിമകൾ ചെയ്യുന്നത്. നമ്മൾ കോമ്പറ്റ് ചെയ്യണത് മറ്റ് വലിയ വലിയ ഇൻഡസ്ട്രികളിലെ സിനിമകളായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ക്വാളിറ്റി നമ്മളുടെ രീതിയിൽ, അതിൻ്റെ കണ്ടന്റിലും ക്വാളിറ്റിയിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അത് നമ്മൾ ഇച്ചിരി ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വന്നാലും അത് മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്. അത്രമാത്രം എഫേർട്ട് എടുത്ത് തന്നെയാണ് ഈ സിനിമ. തീർച്ചയായിട്ടും. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമ തിരഞ്ഞെടുപ്പ് കൃത്യമായി ഈ സിനിമ വരുന്നു, ഈ സിനിമ തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിക്കുന്നു. ആ തിരഞ്ഞെടുപ്പ് സംഭവിക്കുന്നത് എങ്ങനെയാണ്? എന്നോടാണോ? അതെ, അത് ശരിക്കും നായകനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ല, അവൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, അതിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ടൊവിയെ പോലൊരു ആക്ടറുടെ സിനിമ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ നോക്കേണ്ടത്. അത് നോക്കുമല്ലോ അല്ലേ? കാര്യം കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നായകൻ്റെ പടത്തിൽ നമ്മൾ വരിക എന്ന് പറയുന്നതിന് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എപ്പോഴായാലും. പിന്നെ നല്ലൊരു ടീമിനൊപ്പം വർക്ക് ചെയ്യുക. ഇതിനകത്ത് ഞാനൊരു DYSPയുടെ റോളാണ് ഞാൻ ചെയ്യുന്നത്. അതെന്താണ് ഏതാണെന്നുള്ളതൊക്കെ അല്ലേ? അതെ, അത് അധികം റിവീൽ ചെയ്തെന്ന് പറഞ്ഞിട്ടും കൂടെ കാര്യം വെച്ചാൽ ആസ്വാദനത്തിനെ ബാധിക്കുന്നുള്ളതുകൊണ്ടാണ്, വേറെ എന്തെങ്കിലും ഇതായിട്ടല്ല. അതെ അതെ. അപ്പം അത് എന്നെ സംബന്ധിച്ചുള്ള ആ വേഷം എനിക്കൊരു എന്താ പറയുക, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ചില പോലീസ് ക്യാരക്ടറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മേളിൽ നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. കുറച്ച് അഭിമാനത്തോടെ തീർച്ചയായിട്ടും. പിന്നെന്താ, ഉറപ്പായിട്ടും പറയാൻ പറ്റും. ജീവിതത്തിലെ എല്ലാവരും പലതിനായി അന്വേഷിക്കുന്നത് കണ്ടെത്തും, ചിലത് കണ്ടെത്താതെ പോവും. ഈ അന്വേഷണങ്ങളെ ശരിക്കും മറ്റൊരു പദത്തിൽ കൂടെ ഉപയോഗിക്കാം, ശ്രമങ്ങൾ എന്ന പദത്തിൽ കൂടെ ഉപയോഗിക്കാം. ജീവിതത്തിലും ഇതുപോലെ ശ്രമങ്ങൾ നിരന്തരം നടത്തിയൊരു മനുഷ്യൻ്റെ പേരാണ് ടോവിനോ തോമസ്. അന്വേഷിച്ചതെല്ലാം കണ്ടെത്തി കഴിഞ്ഞു. ഇനിയും മുൻപിൽ കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങൾ, പെർസ്യൂ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം കണ്ടെത്തി കഴിയുമ്പോൾ ഇനിയും അതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. അങ്ങനെ അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാനുള്ള മോട്ടിവേഷനുകളോ ലക്ഷ്യങ്ങളോ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യുമ്പോൾ അടുത്ത ലക്ഷ്യം ഉണ്ടാവും. അത് അങ്ങനെയാണ് മനുഷ്യന്മാർ ഈ പറഞ്ഞ ജീവിതത്തിൽ ഒരു ഡ്രൈവ് അവർക്കുണ്ടാവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ മുട്ടും തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ഈ വാതിലുകളൊന്നും നിങ്ങൾക്ക് അടഞ്ഞു കിടക്കുന്നില്ല. ഞാൻ പറയണത് ഈ മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, അല്ലെങ്കിൽ ചോദിപ്പിൻ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നത് മൂന്നിൻ്റെയും ശരിക്കും ലിറ്ററൽ മീനിങ്ങിന് അപ്പുറത്ത് അതുകൊണ്ട് ഇംപ്ലൈ ചെയ്യുന്നത് ശ്രമിക്കൂ നടക്കും
അതാണ് എന്ത് കാര്യമാണെങ്കിലും ഇതല്ല മറ്റെന്താണെങ്കിലും നമ്മൾ ശ്രമിക്കുക. ആൽക്കമിസ്റ്റിൽ പറഞ്ഞ പോലെ, പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ, നിങ്ങൾ എന്തിനു വേണ്ടി ആക്ച്വലി ഇതെല്ലാം മീൻ ചെയ്യുന്ന ഒന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ അതെ അതെ. അങ്ങനെ ഒരു ആംഗിളിൽ നോക്കുന്ന സമയത്ത് നമ്മൾ അന്വേഷിക്കുന്നത് നമ്മൾ കണ്ടെത്തും, അതിനുവേണ്ടി നമ്മുടെ യൂണിവേഴ്സ് കൂടെ നിൽക്കും എന്നും അർത്ഥത്തിൽ അതിലൊരു നന്മ ഉണ്ടാവണം എന്നുള്ളൊരു ക്ലോസ് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇനി 1995 സിനിമ തുടങ്ങി. ഇത്രയും കാലം സിനിമകൾ പലവിധ വേഷങ്ങളിലൂടെ വന്നു. പക്ഷേ കോട്ടയം നസീർ എന്ന വ്യക്തിയെക്കുറിച്ച് ആര് ചോദിക്കുമ്പോഴും ഫസ്റ്റ് പറയുന്ന പോയിന്റ് അദ്ദേഹം ഒരു മികച്ച സ്റ്റേജ് പെർഫോമറാണ്, അദ്ദേഹം ഒരു മികച്ച മിമിക്രി കലാകാരനാണ് എന്നുള്ള പദമാണ്. ഒരു പക്ഷേ അതെപ്പോഴെങ്കിലും താൻ അന്വേഷിക്കുന്ന സിനിമ കൂടിയാണെന്നുള്ള തിരിച്ചറിവ് ഉള്ളിൽ നിൽക്കുമ്പോഴും അതെപ്പോഴെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ? അല്ല, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിലെ ഒരു ചിത്രകലാ അധ്യാപകനായി ഒതുങ്ങിക്കൂടേണ്ട ഒരാളായിരുന്നു ഞാൻ. ആ ചോദ്യത്തിലേക്ക് വരുമായിരുന്നു. അല്ല, അപ്പോൾ അവിടെ തുടങ്ങണം. അതെ അതെ അതെ. അതിനുവേണ്ടി ഞാൻ 3 വർഷം ഡ്രോയിങ് സ്കൂളിൽ പഠിച്ച ആളാണ്, പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പം അങ്ങനെ പോകേണ്ട ഒരാളായിരുന്നു. വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ മിമിക്രിയിലേക്ക് വരുന്നത്. ഒരു കോട്ടയം നസീർ എന്ന് പറയുന്ന ഒരു ലേബൽ ഉണ്ടാക്കി തന്നത് മിമിക്രി എന്ന് പറയുന്ന കലാരൂപമാണ്. എനിക്കൊരു ഏതെങ്കിലും ഒരു മികച്ച മിമിക്രി കലാകാരനല്ലേ ഏറ്റവും മികച്ച, അങ്ങനെ പറയണം. കാരണം ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ മിമിക്രി എനിക്ക് ആളുകളെ അനുകരിക്കുന്ന വ്യക്തി കോട്ടയം നസീറായിരുന്നു. ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് കൃത്യമായിട്ട്, പക്ഷേ എങ്കിൽ പോലും അല്ല, അവിടെ ഏറ്റവും മികച്ച എന്ന് പറയുമ്പോൾ അതിനകത്ത് യാതൊരു നഷ്ടബോധത്തിനും സ്കോപ്പില്ലാന്നാണ്. അല്ല, അതിനൊപ്പം തന്നെ ഈ ലൊക്കേഷനുകളിൽ സോറി, ഞാനത് ഇടയ്ക്ക് വെച്ച് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്തു. ഒരു കുഴപ്പമില്ല. അല്ല, അതൊരു രസകരമായ സംഭവമുണ്ട്. ഞാൻ അത് പറഞ്ഞിട്ട് പറയാം അല്ലേ, നമ്മുടെ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ മിമിക്രിയിലേക്ക് വന്നു. നമുക്കൊരു ജീവിക്കാനുള്ള ചുറ്റുപാട് എല്ലാം, നമുക്കൊരു വീട് എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ ഒരു വാഹനം, അങ്ങനെ എല്ലാം നമുക്ക് തന്നത് മിമിക്രി എന്ന് പറയുന്ന കലാരൂപമാണ്. അപ്പോൾ അങ്ങനെയൊരു വിഷമം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ മറ്റു പലരും ചോദിക്കുമ്പോൾ, നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ സിനിമയിൽ ഭയങ്കരമായ റോളുകളിലേക്ക് പോകുന്നു, അവരൊക്കെ അവാർഡുകൾ മേടിക്കുന്നു, അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിവുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അപ്പോൾ നമ്മളിതുവരെ വന്നില്ലേ, എന്നിട്ട് ഇതുവരെ വന്നില്ലേ എന്ന് തോന്നുന്നു. പക്ഷേ ഇതിനൊക്കെ ഒരു സമയമുണ്ട്. നമ്മളൊന്ന് പാകപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അല്ലേ. സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വേഷങ്ങളൊക്കെ ചെയ്യാൻ നമ്മളൊന്ന് പാകപ്പെടണം. പിന്നെ നമുക്ക് പറ്റുന്ന റോളുകളിലേക്ക് നമ്മളെ കാസ്റ്റ് ചെയ്യപ്പെടുക, ആ പടം നന്നായി ഓടുക, നമ്മുടെ വേഷം ശ്രദ്ധിക്കപ്പെടുക, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഫാക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് വരണം, ഒത്തു വരണം. അല്ല, ആ കഥയൊന്ന് പറയാമോ? ഞാൻ ആ തുടക്കകാലത്ത് ഈ മിമിക്രി വരുമ്പോൾ ജയറാമേട്ടൻ്റെ കൂടെയൊക്കെ ആയിരുന്നു സ്ഥിരം അഭിനയിച്ചുകൊണ്ടിരുന്നത്. പട്ടാഭിഷേകം, അരമന വിടു, 500 ഏക്കർ തുടങ്ങിയ സിനിമകളിലൊക്കെ. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ 30 ദിവസവും മിമിക്രി തന്നെയായിരിക്കും. അപ്പോൾ ജയറാമേട്ടൻ ആദ്യമായിട്ട് തന്നെ കാണുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ മിമിക്രികൾ അന്ന് ഭയങ്കര ഫ്രഷായിരുന്നു. 30-34 കൊല്ലം മുമ്പ് ഏറ്റവും പുതിയ ഫ്രഷായിട്ടൊക്കെ സംഭവമാണ്. അപ്പം ഡെയിലി ഓരോരുത്തർ വരുമ്പോൾ ഒന്ന് കാണിക്കും, കലക്കിന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് ഇതായിരുന്നു. ബൈജു ചേട്ടൻ, അങ്ങനെ കുറേ പേര് നമ്മൾ ഡെയിലി ഷോ ആയിരുന്നു. പിന്നെ ഞാൻ പ്രൊഫഷണലായി വന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നെ അങ്ങനെ ഈ പബ്ലിക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സദസ്സിലൊക്കെ ഞാൻ മിമിക്രി അങ്ങനെ അനുകരണത്തിൽ മാറി. എനിക്ക് തന്നെ ഒരു ഇതായി. പിന്നെ അത് ഏറ്റവും നന്നായിട്ട് പ്രയോഗിച്ചത് അന്വേഷിപ്പിനും കണ്ടെത്തുന്നു. ഈ പടം ഒരു സീരിയസ് പടമാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ കോമഡികൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സീരിയസ് പടം ചെയ്യുന്ന സമയത്ത് സെറ്റിൽ എല്ലാവരും സീരിയസ് ആവണമെന്നില്ല. അഭിനയം പറഞ്ഞുള്ള കാര്യം കൂടെ ഉണ്ടല്ലോ എൻ്റെ ഇടയ്ക്ക്. സീരിയസ് ആവണം. അവർ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പോയി അഭിനയിക്കുന്ന കാര്യത്തിൽ സീരിയസ് ആവും. അതിനൊക്കെ നമ്മൾ വളരെ സീരിയസ്. അത് കഴിഞ്ഞാൽ മിമിക്രി തന്നെയായിരുന്നു. അല്ല, ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ, അതായത് ഞങ്ങൾ കോട്ടയം നസീറിനെ കൊണ്ട് ഫ്രീ ആയിട്ട് പരിപാടി നടത്തിച്ച് ഞങ്ങളെന്താ വെച്ചാൽ ഞാനൊക്കെ ചെറുപ്പം മുതലേ ഞാൻ ഇത്രയും ശബ്ദങ്ങൾ എടുക്കുന്നത് നമ്മൾ സ്റ്റേജിൽ അന്ന് നമ്മൾ നേരിട്ട് പരിചയമില്ലാത്ത സമയത്ത് ഞാനത് കണ്ടിട്ടുണ്ട്. പിന്നീട് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇരിക്കാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ, അപ്പോൾ അസീസ്ക്കുണ്ട്, നസീർക്കുണ്ട്, നന്ദിച്ചേട്ടുണ്ട്, പ്രമോദേട്ടൻ, നിശാന്തേട്ടൻ, എല്ലാവരും ഒരു മെഗാ ഷോ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ എല്ലാവരും ഉണ്ട്, ഫുൾ ടീമുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒരു ഉണുമേശയുടെ ചുറ്റുമാണ് ഇരിക്കുന്നത്. എന്നിട്ട് പുള്ളിയോട് അത് കാണിക്കും, ഇത് കാണിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ചോദിക്കാൻ പാടിയുണ്ട്. കാര്യം ഇത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കത് ജെന്യുവൻലി ഭയങ്കര ആഗ്രഹവും ഇഷ്ടമുള്ളതുകൊണ്ട് ചോദിക്കുന്നതാണ്. അതെ അതെ. പക്ഷെ അതെന്ന് വെച്ചാൽ അത്രയും മൈക്കില്ല, വേറെ സെറ്റപ്പുകളൊന്നുമില്ല, വെറുതെ ഈ തൊണ്ട മാത്രം വെച്ചുകൊണ്ട് എത്ര വോയിസാണ് എടുക്കുന്നത്. അത് വോയിസ് മാത്രമല്ല, അതിൻ്റെ ഓരോന്നിൻ്റെയും മോഡുലേഷൻ, ചെറിയ ഡീറ്റെയിലിങ്, അതൊക്കെ ഭയങ്കര രസമാണ്. ഈ ടോവിനോനെ എപ്പോഴെങ്കിലും അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ശ്രമിക്കണം തോന്നിയിട്ടില്ല. ഞാനൊന്നും മൂക്കട്ടെ, മൂത്തു, പക്ഷെ ഞാൻ ശ്രമിച്ചില്ല എന്നല്ലേ. അതുകൊണ്ടല്ല, ഞാൻ പൊതുവെ ഇപ്പോൾ പുതിയ അനുകരണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇന്റൻഷനുള്ള ശ്രമം കൂടിയാണ്. കാര്യം സിനിമയ്ക്ക് അത് നല്ലതല്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങിയതുകൊണ്ടാണ്. എപ്പോഴെങ്കിലും മിമിക്രി താരമായി ചെയ്യുമ്പോൾ എവിടെയോ മറ്റൊരാളെ അനുകരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ടെൻഡൻസി അല്ല, നമ്മൾ അങ്ങനെ ചെയ്ത് ജനറലി നമ്മളെല്ലാവരും
നിരന്തരമായിട്ട് അനുകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ജനിക്കുമ്പോൾ മുതൽ നമ്മൾ ചുറ്റുപാടും കാണുന്ന ആൾക്കാരിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടില്ല നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ എന്തെങ്കിലും മാനേഴ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാവണമെന്ന് പോലുമില്ല, സബ് കോൺഷ്യസ്ലി ഉണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വർഷങ്ങളായിട്ട് 1-2 വർഷമല്ലല്ലോ, 30 വർഷമായിട്ട് 35 വർഷമായിട്ട് നമ്മൾ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, 30 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. അല്ല, ഇടയ്ക്ക് എപ്പോഴും അറിയാതെ തന്നെ ഒരു ലാലേട്ടനും മമ്മൂക്കൊക്കെ ഒരു നിപ്പിലും നടത്തത്തിലും നോട്ടത്തിലൊക്കെ സ്വാഭാവികമായിട്ടല്ലേ. അവരുടെ ഓരോ ചലനങ്ങൾ എത്രയോ കൊല്ലമായിട്ട് നമ്മുടെ ഓരോ അല്ലേ വലിയ സ്ക്രീനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്ന സംഭവം, അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് നമ്മുടേതായിട്ടൊരു സിഗ്നേച്ചർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പിന്നീട് പറ്റും. കാര്യം ഒരാളെ നമ്മൾ സ്ഥിരമായിട്ട് അനുകരിക്കില്ലല്ലോ. നമ്മളിപ്പോൾ നമ്മളെ അച്ഛനും അമ്മേനെയല്ല നമ്മൾ ആദ്യം അനുകരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളല്ലേ നമ്മൾ ആദ്യം അനുകരിക്കുന്നത്. കാര്യം അവർ ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നത്. അതെ, ഈ സിനിമയിൽ എവിടെയോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നോട് ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്. ഈ സിനിമയിൽ ടൊവിനോൻ്റെ അപ്പനായി വരുന്നത് തോമസ് വക്കീലാണെന്ന് പറയുന്നത്. എന്നാലും ഈ തോമസ് വക്കീലിനെ വക്കീൽ പണിക്കപ്പുറം അഭിനയവും വശം കൊണ്ടെന്ന് അങ്ങ് തെളിയിക്കുകയാണോ? അയ്യോ, അങ്ങനെ ഒരു ഭയങ്കര ഒരു ക്യാരക്ടറോ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ കാര്യം എന്ന് വെച്ചാൽ നാളെ ഇതാണോ ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞിട്ടോ ആ 2 സീനിൽ അങ്ങനെ ചോദ്യം പറയരുത്. എൻ്റെ അപ്പനോട് അങ്ങനെ ട്രോൾ ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൻ തന്നെ എൻ്റെ അച്ഛനായിട്ട് ഇതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചത് അപ്പനങ്ങനെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളല്ല ഈ മേഖലയിൽ, വേറെ മേഖലയാണ് പുള്ളിയുടെ. പുള്ളി ഓക്കെ പറയും, എനിക്കറിയില്ല കേട്ടോ. ഡാർവിൻ നേരിട്ട് വിളിച്ച് അപ്പൻ്റെ അടുത്ത് സംസാരിച്ച് സമ്മതിപ്പിച്ചതാണത്. അല്ലാണ്ട് എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. അത്ര പെട്ടെന്ന് സമ്മതിച്ചിട്ടുണ്ടാവില്ല. അത്ര പെട്ടെന്ന് സമ്മതിച്ചില്ല. പക്ഷെ ആകെ അങ്ങനെ വലിയ ഡയലോഗുകളോ അങ്ങനെയൊന്നും അല്ല. ഒരു അനുഗ്രഹം മേടിക്കുന്ന ഒരു ഷോട്ട്. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ അപ്പൻ്റെ ഞാൻ അനുഗ്രഹം മേടിക്കുന്നത് അതിൻ്റെ ഒരു ഡോക്യുമെന്റഡ് വീഡിയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സന്തോഷം. പിന്നെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഷോട്ടെങ്കിലും ഒരു ഷോട്ട് അത് ചരിത്രമാണല്ലോ. നമ്മുടെയൊക്കെ കാലശേഷവും ചരിത്രം നിലനിൽക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അപ്പനെ ഞാൻ കൊണ്ടൊരു ഫ്രെയിമിൽ ഒരു ദിവസം ഒരു ഷോട്ട് അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സിനിമയ്ക്കൊക്കെ അപ്പുറത്ത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ സന്തോഷം അതിനകത്ത് തീർച്ചയായിട്ടും. 2012 ജനുവരി 8-ാം തീയതി, സമയം ഞാൻ മറന്നുപോയി, 8-ാം തീയതി ഞാൻ ആദ്യമായിട്ട് ടൊവിനോയുടെ മുഖത്ത് ക്യാമറ വെച്ചു. ജനുവരി 28-ാം തീയതി ആദ്യമായിട്ട് രാവിലെ ഒരു 9 ക്യാമറ കേരള കോളേജ്. അതെ, മക്കള് അന്ന് അന്ന് മുഖത്ത് വെച്ച അതേ ഇമോഷൻ, അതിനേക്കാൾ ഒരു പടിയോ കൂടുതലുള്ള ഇമോഷൻ ആയിരിക്കും അല്ലേ അപ്പൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ? അപ്പനോട് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക്, ഞാൻ മറ്റേ സാധനമാണ്, കുഴപ്പമില്ല ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം എന്തെങ്കിലും ഒരു കാര്യത്തിൽ അപ്പനാവാൻ പറ്റുന്നത് ഇതിലാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ അപ്പനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന, അപ്പൻ്റെ ഉപദേശങ്ങൾ സ്ഥിരമായിട്ട് സ്വീകരിക്കുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാനാണ് എക്സ്പീരിയൻസ്ഡ്, ഞാനാണ് സീനിയർ, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ. പക്ഷെ അങ്ങനെയല്ല, പുള്ളി അധികം സമയമൊന്നും എടുത്തില്ല. ഞങ്ങളിങ്ങനെ പോകുമ്പോഴേ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിങ്ങനെ ടെൻഷനാക്കും. ഇങ്ങനെ തോന്നെങ്കിൽ പഞ്ചായത്തിലായിരുന്നു പറക്കും അതൊക്കെ ചോദിച്ചാൽ നമ്മളിങ്ങനെ ടെൻഷനാക്കും. പക്ഷെ എന്നിട്ടൊന്നും, അമ്മയാണ്, ഞാനൊക്കെ ഭേദമായിരുന്നു, അമ്മയാണ് സൈഡിൽ വന്നിട്ട് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അഭിപ്രായം അമ്മ. ഈ സിനിമയിൽ എനിക്ക് അമ്മയില്ല, അത് കാരണം. അപ്പം അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ടൊവി എന്ന വ്യക്തിയുടെ എല്ലാ രൂപീകരണത്തിലും, ഒരു വ്യക്തി എന്ന നിലയിലും നടന നിലയിലും ഒക്കെ അപ്പൻ ചെയ്ത ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഫാമിലി ചെയ്ത ഇൻഫ്ലുവൻസ്, എന്നും ഫാമിലിയെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു ഭയങ്കര ഒരു തന്നെയാണ്. എൻ്റെ എന്തെങ്കിലുമൊക്കെ നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അവിടെ നിന്ന് തന്നെ വന്നേക്കുന്നതാണ്. മോശം ക്വാളിറ്റീസ് ഞാനായിട്ട് നേടിയെടുത്തതായിരിക്കും, കഷ്ടപ്പെട്ട് വരുന്നത്. അത് ശരിക്കും ഈ ടൊവിനോ ഈ ഫാമിലിയിൽ നിന്ന് ഇതൊക്കെ പഠിക്കുമ്പോൾ, ഫാമിലിയിൽ നിന്ന് ഇതൊക്കെ നേടിയെടുക്കുമ്പം, വീണ്ടും സ്വന്തമായൊരു ഫാമിലി ആകുമ്പം, അപ്പനാകുമ്പോൾ അവിടെ നിന്നും ഒരു നല്ല പാരൻ്റ് ആവാൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? എനിക്ക് പാരൻറ്റിങ്ങിലൊക്കെ ഭയങ്കര എന്താ പറയുക, സഹായം എൻ്റെ പാരൻസിൻ്റെ നിന്ന് കിട്ടുന്നുണ്ട്. കാര്യം ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലി ആയത് കാരണം കൊണ്ട്, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കാരണം കൊണ്ട്, ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ അപ്പൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു ആദ്യം. അപ് ടു 1 പോയിന്റ് ഞാൻ സ്വന്തമായിട്ട് ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പ്രാപ്തിയാവുന്ന വരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ വൺസ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാപ്തിയായെന്ന് തോന്നിയതിന് ശേഷം ഞങ്ങൾ തോളത്ത് കേട്ടിട്ടാണ് പുള്ളി ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് എൻ്റെയും പ്ലാൻ. ഞാൻ കുറച്ച് നേരത്തെ തോളത്ത് കേട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യയാണെങ്കിലും, എൻ്റെ അപ്പനാണെങ്കിലും, അമ്മയാണെങ്കിലും, എൻ്റെ ചേട്ടനാണെങ്കിലും, ചേട്ടൻ്റെ വൈഫാണെങ്കിലും, ഇവരൊക്കെ ഉണ്ട് ഈ പിള്ളേരെ ഗൈഡ് ചെയ്യാനായിട്ട്. അല്ലാതെ ഞാനൊരാളവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ പിള്ളേരെ ഗൈഡ് ചെയ്യാനോ അവർക്ക് കറക്റ്റായിട്ട് നിർദ്ദേശങ്ങളും അതും കൊടുക്കാനായിട്ടും ഒരു കുറവും ഉണ്ടാവുന്നില്ല.
അപ്പോൾ എൻ്റെ അതാണ് ഈ ഒരു കൂട്ടുകുടുംബം ആവുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരുമ്പോൾ ഞാൻ അവിടെ തിരിച്ചു ചെല്ലുന്ന സമയത്ത് എനിക്ക് ഓൾറെഡി കളം സെറ്റാണ്. മക്കളോട് അങ്ങനെ ദേഷ്യക്കാരനായിട്ടുള്ള അപ്പനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞു, ഒരു കൂട്ടുകുടുംബം ആവുന്ന സമയത്ത് മോറൽ വാല്യൂസ് ആണെങ്കിലും അല്ലാത്ത അറിവുകളാണെങ്കിലും എല്ലാം ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ നിന്ന് കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത് ചെറുതല്ല. സ്കൂളിൽ നിന്ന് കിട്ടും, പാരൻസിൻ്റെ നിന്ന് കിട്ടും, ഗ്രാൻഡ് പാരൻസിൻ്റെ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ അത് ഭയങ്കര അടിപൊളി ഒരു പരിപാടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ അന്വേഷിച്ച് പോകുന്നതിനിടയിൽ, നമ്മൾ കണ്ടെത്താൻ പോകുന്നതിനിടയിൽ നമ്മൾ കണ്ടെത്തുന്ന പലതും പലരുടെ കൂടെ സഹായങ്ങൾ കൊണ്ടാണ്. എത്ര ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴും, എത്ര ഒറ്റയ്ക്ക് ഞാൻ കേപ്പബിൾ ആകുമ്പോഴും പലരുടെയും സഹായം കൊണ്ട് കൂടിയാണ് ഇതെല്ലാം ലഭിക്കുന്നത്. ടൊവിനോയ്ക്ക് ഒരു ചേട്ടൻ നിന്ന പോലെ ഞാൻ ആ പുള്ളിയെ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, കെട്ടിപ്പിടിക്കാൻ, അത് ആ മനുഷ്യൻ നിന്ന പോലെ, മറ്റാരേക്കാൾ കൂടുതൽ അങ്ങനെ പറയാമല്ലേ, നിന്ന പോലെ ഇവിടെ ഒരു കലാകാരൻ എന്ന നിലയിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം നിന്ന ചിലരുണ്ടാവില്ലേ ജീവിതത്തിൽ? അതിൽ ഫസ്റ്റ് എൻ്റെ ഉപ്പയാണ്. ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഇപ്പം എന്താ പറയുക, ഞാൻ തുടക്കകാലത്ത് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഈ പത്രത്തിൽ എവിടെയെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മൂപ്പര് വന്ന് കാണിക്കും, എന്നിട്ട് പൈസ തരും, വിടും. തിരിച്ചു വരുമ്പോൾ എൻ്റെ ഒരു ട്രോഫി ഉണ്ടാവും, ഫസ്റ്റ് പ്രൈസ് ആയിരിക്കും മിക്കവാറും. ആ ട്രോഫി എടുത്ത് കറുകച്ചാലിലുള്ള സകല ആൾക്കാരെയും കൊണ്ട് കാണിക്കും. ഡെന്റിസ്റ്റായിരുന്നു, അപ്പോൾ വീട്ടിൽ പല്ലെടുക്കാൻ വരുന്നവരൊക്കെ കാണിക്കും. അവൻ്റെ സമ്മാനം ഭയങ്കര ഭയങ്കരമായിരുന്നു. അപ്പം ഞാനൊരു സിനിമയിൽ ഒരു കലാകാരനെ അറിയപ്പെടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അദ്ദേഹമായിരുന്നു. പ്രോഗ്രാമിന് പോകുമ്പം വെളുപ്പിനെ ആലപ്പുഴയിൽ പോയി നിൽക്കണം. നമ്മൾ ഇവിടുന്ന് കൊച്ചിൻ ഓസ്കറിൻ്റെ വണ്ടി ഇവിടുന്ന് വരും. അപ്പോൾ വെളുപ്പിനെ പോയി ആലപ്പുഴയിൽ നിന്നാലാണ് അവിടെ നിന്ന് കയറി തിരുവനന്തപുരത്തിനൊക്കെ ഷോയ്ക്ക് പോകുന്നത്. അപ്പോൾ 5 മണിക്കൊക്കെ അദ്ദേഹം വന്നിട്ടാണ് മഴയത്തൊക്കെ വന്ന് ബസ് കയറ്റി വിട്ട്, അങ്ങനെ നമ്മുടെ കൂടെ പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മുടെ കൂടെ വണ്ടിയിലുണ്ടാവും. ഫസ്റ്റ് ഞങ്ങൾ പോകുന്ന വണ്ടിയുടെ ഫ്രണ്ടിലുണ്ടാവും. എന്നിട്ട് പരിപാടി സ്ഥലത്ത് പോയി ഓഡിയൻസിൻ്റെ ഇടയിലിരുന്ന് ഇത് മുഴുവൻ കണ്ട് തിരിച്ചു പോരുമ്പം അവിടെ കുറച്ച് നന്നാക്കാനുണ്ടായിരുന്നു. മറ്റേ അടുത്തിരുന്നവൻ പറഞ്ഞു മറ്റേ ഇത് കൊള്ളാത്ത, അങ്ങനെയൊക്കെ നമ്മളെ എൻകറേജ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു ക്രിട്ടിക് ഉണ്ടോ ടോവിൻ്റെ ജീവിതത്തിൽ? ഇതേപോലെ ഒരു ക്രിട്ടിക് തീർച്ചയായിട്ടും ലിഡിയ എന്നുള്ള വ്യക്തിയാണോ? ലിഡിയ ഉണ്ട്, എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ കസിൻസ് ഉണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ഇവർക്ക് ആർക്കും തന്നെ ഇമ്പ്രസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പലപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമുള്ളവരുടെയും നമ്മളോട് ഭയങ്കര ദേഷ്യമുള്ളവരുടെയും രണ്ടും അഭിപ്രായങ്ങൾ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം നമ്മളോട് ഭയങ്കര ഇഷ്ടമുള്ളവർ ചിലപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്ന വെച്ചിട്ട് അങ്ങനെ നല്ല അഭിപ്രായമേ പറയുള്ളൂ. നമ്മളോട് ദേഷ്യമുള്ളവർ നമുക്ക് വിഷമമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ അത് കാരണം അത് രണ്ട് എക്സ്ട്രീമിലുള്ള നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, എനിക്കൊരു സ്കോപ്പ് ഫോർ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം. അത് എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി എന്നെ ഭയങ്കരമായിട്ട് പോളിഷ് ചെയ്ത് പറഞ്ഞു, പക്ഷേ സത്യം പറയണം എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി ഞങ്ങൾ ഡിസ്കഷൻസ് ഉള്ളതാണ്. പിന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട വേറെയും സുഹൃത്തുക്കളുണ്ട് സിനിമയെ പറ്റിയിട്ട് അത്യാവശ്യം വിവരമൊക്കെ ഉള്ള ആൾക്കാർ. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് എന്നെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല, സത്യസന്ധമായിട്ട് എൻ്റെ അടുത്ത് കാര്യം പറയാം. അപ്പോൾ അവരെൻ്റെ അടുത്ത് കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് വിഷമമാവുകയില്ല. കാര്യം ഞാൻ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അതിൽ തന്നെ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, ഒട്ടും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു ആകത്തുകയാണ് ഞാൻ അതിൻ്റെ ഒരു ഫീഡ്ബാക്കായിട്ട് ഞാൻ എടുക്കുന്നത്. ക്രിറ്റിക്സ് എൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും ഉണ്ട്. എനിക്ക് ടൊവിനോയുടെ ഈ സിനിമ, ഈ കഥാപാത്രവും എൻ്റെ ഹൃദയത്തിൽ കയറുമെന്ന് വിശ്വസിക്കുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ എടുത്താൽ ഒന്ന് മായാനദിയിലെ കഥാപാത്രം ഉറപ്പായും ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പു, അത് ടൊവിനോയുടെ ഏറ്റവും ഫേവറേറ്റ് കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ അപ്പു അതിനകത്തുണ്ട്. ഒരു പ്രണയാർദ്രമായ കുറേ കഥാപാത്രങ്ങൾ തന്നിട്ടുണ്ട്. ജീവിതത്തിലും വല്ലാത്ത സുന്ദരമായ നിലനിൽപ്പിനെ സഹായിച്ച ഒരു പ്രണയം ലഭിച്ച ആളാണ്. എന്താണ് ടൊവിനോയ്ക്ക് പ്രണയം? എന്ന് പറഞ്ഞാൽ പ്രണയത്തിനും ഈ പല സ്റ്റേജസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന്. അങ്ങനെ പല പല സ്റ്റേജസ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രേമിച്ചു തുടങ്ങിയതാണ്. കോളേജിലും ആ പ്രണയം തുടർന്നു. നമ്മൾ കല്യാണം കഴിച്ചു, കല്യാണശേഷം പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദ്യമായിട്ട് കാണുമ്പോൾ ഉണ്ടായിരുന്ന പോലെ ആ ബട്ടർഫ്ലൈസ് ഇൻ ദി സ്റ്റൊമക്ക് അങ്ങനത്തെ ഒരു ഇതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറി വേറൊരു തരത്തിലുള്ളൊരു ബോണ്ടിങ്ങും ഒരു കമ്പാനിയൻഷിപ്പുമാണ് ഇപ്പോൾ ഞാൻ എൻ്റെ പ്രണയത്തിൽ എനിക്ക് ഉള്ളത്. അതാണ് ഞാനിപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ എനിക്കറിയില്ല കേട്ടോ, പ്രണയിച്ചാണോ കല്യാണം കഴിച്ചെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ചോദിക്കണം, എന്താണ് ആ പ്രണയം? പ്രണയം ഈ പറഞ്ഞ പോലെ സ്കൂളിൽ നിന്നൊക്കെ നമ്മളും തുടങ്ങിയതാണ്. പക്ഷെ അവർക്കറിയില്ലായിരുന്നു നമ്മൾ പ്രണയിക്കുന്നുണ്ടെന്നുള്ളത്. എനിക്കും എൻ്റെ കൂട്ടുകാർക്കും അറിയായിരുന്നു. അവരപ്പോഴും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറഞ്ഞു. ഇപ്പം ഈ പറയുമ്പോൾ ചില പേര് പറഞ്ഞാൽ അവരറിയുള്ളൂ, ഓ ഇയാൾ അന്ന് പ്രണയിച്ചതാണോ. അപ്പോൾ ഈ
ഞാൻ ആ ഒരു ക്രെഡിറ്റ് ഞാൻ എടുക്കാം അല്ലേ? ആദ്യമേ പ്രണയത്തിന്റെ എൻ്റെ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ മിമിക്രി കണ്ട് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അധികം നാൾ പ്രണയിക്കേണ്ട ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അധികം പ്രണയിക്കേണ്ട വന്നില്ല. പ്രണയിക്കാനുള്ള സമയമില്ലായിരുന്നു. വർഷങ്ങളോളം പ്രണയിച്ച അനുഭവ സമ്പത്തി കൂടുതൽ നമുക്ക് അധികം പ്രണയിക്കേണ്ട സമയം അങ്ങനെ പോയി ഒന്നും ചെയ്യാൻ പ്രണയിച്ച് കറങ്ങി നടക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. ഞാൻ എൻ്റെ കല്യാണത്തിന് അന്ന് വെളുപ്പിന് എന്താ പറയുക 3 മണിക്കോ 4 മണിക്കാണ്ടോ കൊല്ലത്തൊരു സ്റ്റേജിൽ പ്രോഗ്രാം നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ പ്രണയത്തിൻ്റെ അവസ്ഥകളൊന്നും ടോവിനോയ്ക്ക് കല്യാണം കഴിക്കുമ്പോൾ മറ്റേ പഴയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അപ്പൻ ഇത് ഇത്രയും മോഡേൺ അല്ലായിരുന്നു ചോദിക്കുമായിരിക്കും. അതായത് അപ്പൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞത് 1982. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞത് 2014. പക്ഷെ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർ നാളെ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫാഷൻ പ്രകാരം എൻ്റെ അപ്പനാണ് എന്നെക്കാളും പുതിയ ആളായിട്ട്. ഇത് മറ്റേ 80s ഞാൻ 60s ചിലപ്പോൾ മക്കളത് വിശ്വസിക്കുകയും ചെയ്യും. കാരണം മകന്റെ കൂടെ ജിമ്മൊക്കെ ചെയ്യുന്ന അപ്പൻ്റെ ഫോട്ടോയെ അവർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രണയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ കാലത്ത് ഈ പ്രണയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ടോവിനോ ഒരു ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാലം മുമ്പ് ഞാനൊരല്പം കലിപ്പനും കാന്താരിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ടോക്സിസിറ്റി ഒക്കെ ടോവിനോയിലുണ്ടായിരുന്നു. കാലഘട്ടം തന്നെയാണ്. അതെ അതെ. ഇപ്പം നമ്മള് എന്താ പറയാ ഒരു ഫാഷൻ അനുസരിച്ച് നമ്മൾ ഡ്രസ്സ് മാറുന്നില്ലേ, അതേപോലെ തന്നെ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യണ്ടേ. വളർന്ന് വലുതാവുന്ന സമയത്ത് ഒരിക്കലും ഞാൻ അങ്ങനെ വിശ്വസിച്ച് പോയി അതിൽ നിന്ന് ഞാൻ എൻ്റെ നിലപാട് മാറ്റൂല എന്നെ വൃത്തിയായിട്ടവനായിട്ട് തുടരാൻ പാടില്ലല്ലോ. നമുക്ക് സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ് നമ്മുടെ ആസ് എ ഹ്യൂമൻ ബീയിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ്. അത് ഞാൻ തീർച്ചയായിട്ടും അതെന്താ വെച്ചാൽ അന്ന് നമ്മൾ ചുറ്റുപാട് കേൾക്കുന്ന കഥകളും നമ്മൾ കാണുന്ന സിനിമകളും അന്നത്തെ ഒരു കൺസെപ്റ്റും ഒക്കെ എന്ന് പറയുന്നത് ഈ കലിപ്പനും കാന്താരിയും പോലത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഇന്ന് ആലോചിക്കുമ്പോഴാണ് അത് ഇപ്പൊ പഴയ കാര്യങ്ങൾ പലതും നമുക്ക് വളരെ ക്രിഞ്ചായിട്ടൊക്കെ തോന്നിപ്പോയത്. പക്ഷെ അന്ന് അതായിരുന്നു. അതായത് ഇപ്പൊ പൗരുഷത്തിനെ അടയാളപ്പെടുത്തുന്നത് അങ്ങനെ അത് ഞാൻ പറയണത് അത് സൊസൈറ്റിക്ക് തന്നെ അതിനെ തന്നെ കറക്റ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു പ്രോസസ്സ് ഉണ്ട്. അത് സ്വയം കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് സൊസൈറ്റിക്ക് ഉണ്ട്. നമ്മളൊക്കെ അതിന്റെ ഭാഗമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ട് ഞാനും ഒരുപാട് പേര് ഇതുപോലെ കറക്റ്റഡ് ആയിട്ടുണ്ടാവും. മുമ്പ് നമ്മൾ ചിന്താഗതി മാറില്ലേ കാലങ്ങൾ കഴിയുമ്പോൾ. അപ്പോൾ പക്ഷേ ഏത് കാലത്താണെങ്കിലും ഈ ടോക്സിസിറ്റിയും പോസിറ്റീവ്നെസ്സും അത് റിലേഷൻഷിപ്പിനെ കില്ല് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ അത് ആ സമയത്ത് നമുക്ക് അങ്ങനെയാണ് ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ തലയിൽ. നമ്മളെ ഒരു ചുറ്റുപാടും സാഹചര്യവും നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളായിരിക്കാം, നമ്മൾ വായിച്ചിട്ടുള്ള കഥകളായിരിക്കാം. ഇതിലെല്ലാം ഇങ്ങനെ ടോക്സിസിറ്റി ഒരു ഹീറോയിസമായിട്ടും പൊസസീവ് ആവുന്നതും പ്രണയത്തിന്റെ ലക്ഷണമായിട്ടൊക്കെ. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇത് മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവരമൊന്നും അന്നില്ലല്ലോ. അതിനുള്ള അതൊക്കെ ഇപ്പൊ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളെക്കാളും വളരെ യങ്ങറായിട്ടുള്ള ആൾക്കാർ പോലും അവർക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഉണ്ട്. അന്ന് ഇന്റർനെറ്റ് ഇല്ല. ഇങ്ങനത്തെ ആശയങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് കേൾക്കുന്നത്? നമ്മൾ കൂട്ടുകാരുടെ നിന്നല്ലേ നമ്മൾ പ്രണയത്തിനെ പറ്റിയിട്ട് കേൾക്കുന്നത്. അല്ലാണ്ട് നമുക്ക് അപ്പനമ്മയും പറഞ്ഞിരുന്നില്ലല്ലോ ഇങ്ങനെയാണ് പ്രേമിക്കേണ്ടതെന്ന്. നമ്മളുടെ കൂട്ടുകാർ അവർ ബുദ്ധിയില്ലാത്ത കൂട്ടുകാരാണെങ്കിലും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ കാണുന്ന സിനിമകളിൽ നിന്ന് വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവുന്നത്. അതെ, ഈ ടോവിയോ നല്ല ക്രിക്കറ്റ് കളിക്കാരനാണല്ലോ. അപ്പാര ക്രിക്കറ്റ് കളിക്കാരനല്ല. പക്ഷെ ഞാൻ നോക്കുമ്പം അതിനകത്ത് ഇട്ടേക്കുന്ന മറ്റേ ബിഹൈൻഡ് സൈഡിൽ ഇട്ടേക്കുന്ന എല്ലാ ഷോട്ടുകളും ആഞ്ഞടിക്കുന്ന തന്ത്രപൂർവ്വം ചെയ്താൽ അതിന്റെ ഇടയ്ക്ക് ആഞ്ഞടിക്കാത്ത ഒരു 50 ഷോട്ട് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പുറത്തോട്ട് പോകണം. അതൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഇവിടെ എങ്ങനെ ക്രിക്കറ്റിനോടുള്ള താല്പര്യമുണ്ടോ? ഞാൻ അങ്ങനെ എന്താ പറയുക ക്രിക്കറ്റ് വിട്ടു പഴങ്ങാത്ത ഒരാളാണ്. സച്ചിനുള്ളപ്പം കളി കണ്ടോണ്ടിരുന്ന പിന്നെ ഇപ്പോൾ കളി അങ്ങനെ കളിയും കാണാൻ അല്ല. ആ കഥ കഴിഞ്ഞപ്പോൾ പിന്നെ കളിയും അങ്ങനെ കാണാൻ വളരെ കുറവാണ്. ഹാൻഡ്ബോൾ പ്ലെയർ ആയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഹാൻഡ്ബോൾ പ്ലെയർ ആയിരുന്നു, ക്യാപ്റ്റൻ ആയിരുന്നു. എന്ത് ഹാൻഡ്ബോളിലേക്ക് ആകർഷിച്ചത് എന്താ? ഞങ്ങളുടെ ഹാൻഡ്ബോൾ ടീം ഉണ്ടായിരുന്നു, അത്യാവശ്യം കൊള്ളാവുന്ന ടീമായിരുന്നു. അപ്പം അങ്ങനെ ഞാനൊരു 8ാം ക്ലാസ് മുതൽ ഹാൻഡ്ബോൾ കളിച്ചിട്ടുണ്ട്. +2 കഴിയുന്ന വരെയും അത് കഴിഞ്ഞ് കോളേജിൽ പോയിട്ട് തമിഴ്നാട്ടിൽ അവിടെയും കളിച്ചിട്ടുണ്ട് ഞാൻ ഹാൻഡ്ബോൾ. ഈ ഫുട്ബോളും മറ്റ് ഗെയിമുകളൊന്നും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അതിനേക്കാളും ഇതെന്ന് വെച്ചാൽ നമുക്ക് കളിച്ച് തുടങ്ങുകയും നമ്മളിതിൽ നന്നായി അത്യാവശ്യം തിരക്കുള്ളത് കളിക്കുന്നത് തോന്നുകയും ചെയ്യുമ്പോൾ പിന്നെ ഇതിനോടായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. പിന്നെ ബാക്കി എല്ലാ ഗെയിമുകളും കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ഹാൻഡ്ബോൾ ഭയങ്കര രസമായിരുന്നു കളിക്കാൻ. ഈ സിനിമയിലേക്ക് വരുമ്പോഴേ സിനിമയില് സംവിധായകൻ പുതിയ അറിവായി പോയിട്ടോ ഹാൻഡ്ബോൾ. ഞാൻ അന്ന് സ്കൂളിന് വേണ്ടിയിട്ട് നമ്മൾ കോട്ടയം ജില്ലയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പല സ്കൂളിലും പോയി കളിക്കില്ലേ? ഞാൻ കോട്ടയത്തൊക്കെ മറ്റേ ചങ്ങനാശ്ശേരിയൊക്കെ വന്ന് കളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരേ സമയത്ത് കളിച്ചിട്ടില്ല എന്ന് മാത്രമേ ഒരേ സമയത്ത് കളിച്ചിട്ടുണ്ടാവും. ഇനി ഒരു അംഗത്തിന് ബാല്യം ഉണ്ടോ?
പിന്നെ പിന്നെ ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. ഉണ്ടാവുമായിരിക്കും എന്തായാലും. പിന്നെന്താ, എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഭയങ്കര രസമുള്ള കളിയാണത്. ഹാൻഡ്ബോൾ ഫാസ്റ്റ് ഗെയിമാണത്. ഭയങ്കര ഈ ഭയങ്കര പറയുന്ന power പവർ വേണം. ഐ മീൻ എനിക്ക് അതിനകത്ത് ഗോൾ കീപ്പറെയാണ് ഭയങ്കര ഇഷ്ടം. കാരണം ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും അത്രയും എന്താ പറയുക ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരാളായി നിൽക്കണം എന്നുള്ളതാണ്. ഈ സിനിമയിലേക്ക് വീണ്ടും വരുമ്പോഴേ സിനിമയുടെ സംവിധായകനും സിനിമയുടെ പ്രൊഡ്യൂസറും ടിൻസാണ്. അതിൻ്റെ കോമഡികൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇത്രയും ദിവസം കോമഡികൾ പറഞ്ഞു, ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ടില്ല. പറ. ഡാർവിൻ ആണ് സംവിധായകൻ, ഡാർവിൻ ആണ് പ്രൊഡ്യൂസർ. രണ്ടുപേരും ഒരേപോലത്തെ ഷർട്ട് ഇട്ടേ വരുള്ളൂ, ഒരേപോലത്തെ പാൻറ്റും ഒക്കെ ഇട്ട് വരുള്ളൂ. ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അത് ചിലപ്പോൾ ഒരുപാട് നാൾ അവരുടെ കൂടെ നിന്നാൽ നമുക്ക് മനസ്സിലാവുമായിരിക്കും. അല്ലെങ്കിൽ ഒറ്റ നോട്ട് മനസ്സിലാവില്ല. വലിയ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി തുടങ്ങി, ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായി തുടങ്ങി. ആദ്യമൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ നമ്മുടെ കഥ ഇവിടെ അവസാനിപ്പിക്കും, ശമ്പളം ഇവിടെ അവസാനിപ്പിക്കും. ഇത് നമ്മളിപ്പോൾ ഒരു സീൻ പറഞ്ഞു തരുമല്ലോ, ഡാർവിൻ അപ്പോൾ പറഞ്ഞവരെല്ലാം പറഞ്ഞ സീൻ വന്ന് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മളത് വായിച്ചു നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും അവിടെ ഇങ്ങനെ നോയിക്കോട്ടെ എന്നൊക്കെ, അല്ല ഇവിടെ ഇങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ നമ്മൾ ഒരു അഭിപ്രായം ചോദിക്കുമല്ലോ. അപ്പോൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നിൽക്കുന്നത് ഡോൾവിനായിരിക്കും. അപ്പോൾ നമ്മൾ ഡോൾവിനോട് പറഞ്ഞത്, ഡോൾവിൻ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കിയാലോ? നല്ല ഏട്ടാ ഡാർവിനോട് പറഞ്ഞോളെ. അപ്പോൾ ഇതാരാ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഡാർവിനോട് കൂടെ ചോദിച്ചു ഡയറക്ടറല്ലേ. അതൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് മാത്രമല്ല, ഞാൻ അസീസ് നമുക്കിതേ അണ്ണാ ഇതിപ്പോൾ ആരെണ്ണ ഒന്ന് കറക്റ്റായിട്ട് എന്തെങ്കിലും സ്റ്റിക്കർ വല്ല ഇവിടെ മറുകുള്ളവനാണ്, ഇവിടെ മറുകുള്ളതാണ്. അപ്പോ ഡയറക്ടർക്ക് ഒരു തൊപ്പി വെച്ച് കൊടുക്കണം ഫുൾ ടൈം അല്ലേ? അതിൻ്റെ പൈസ ചോദിക്കാൻ നേരത്ത് കൃത്യം കറക്റ്റായിട്ട് പോയോ? അപ്പോൾ എൻ്റെ അടുത്ത് 1-2 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ ഡാർവിനാണെന്ന് പറഞ്ഞില്ല, ഞാൻ ശരിക്കും ഡോൾവിനായിരുന്നു. അതിലൊരു ചെറിയ ഡൗട്ടുണ്ട്, അതാണ് കണ്ടെത്തുന്നത്. അല്ലല്ല പൈസയിലല്ല, അത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഷൂട്ടും, അതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ടിൻ്റെ സമയത്ത് ഷൂട്ട് തീർന്ന് വൈകുന്നേരങ്ങളിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നതിൻ്റെ സന്തോഷവും, ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് പണിയെടുപ്പിക്കലല്ല, കൃത്യമായിട്ട് ആവശ്യമുള്ള പണി ഇത്തിരി റിലാക്സ്ഡ് ആയിട്ട് തന്നെയാണ് ചാർട്ട് ചെയ്ത് വെച്ചിരുന്നത്. കറക്റ്റായിട്ട് നമ്മൾ വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, നമ്മളങ്ങനെ ബുദ്ധിമുട്ടിയല്ല, ടെൻഷൻ ഇഷ്ടപ്പെട്ടാ ചെയ്തത്. നമുക്ക് ടെൻഷനോ അതുപോലെ ഓവറായിട്ടുള്ള ഇത് ഒറ്റയ്ക്കൊന്നും തരാത്ത ക്രിക്കറ്റ് കളിയിൽ കൃത്യമായി വ്യക്തമായിരുന്നു. കാര്യം വെച്ചാൽ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അവിടെ എങ്ങനെയായിരുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലൊന്നല്ല ഷൂട്ട് ചെയ്തത്. ഈ പണ്ടൊരു സിനിമേൻ്റെ പ്രൊമോഷനിടയിൽ ബേസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സംവിധായകൻ ബേസിൽ പറഞ്ഞാലുണ്ട്, അവസാനം കളിച്ച് 2 ടീമിട്ട് കളിച്ച് വാശി തീർക്കാൻ വേണ്ടി സഞ്ജുവിനെ വരെ കളിക്കാൻ പറ്റുന്നു. അതുപോലെ വല്ല വിക്രം സൂപ്പിക്കേണ്ടി വന്നിരുന്നോ? അത്രയ്ക്ക് വളർന്നില്ല. ഞാൻ ബേസിലിന് വിളിച്ചാലും സഞ്ജുവിനെ തൽക്കാലം കിട്ടില്ല, ബേസിലിന് വിളിച്ചാൽ സഞ്ജു കൂടെ വരുമായിരിക്കും. അങ്ങനെ കമ്പനിക്ക് പുറത്ത് വരുവാണെങ്കിൽ റിലീസിന് മുമ്പായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യാം. ഈ സിനിമ അഭിനയം തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ ക്രിക്കറ്റുകളൊക്കെ മിന്നലിന്റെ സമയത്ത് ഉണ്ട് കേട്ടോ. അതെ, മിന്നലിന്റെ സമയത്ത് ലൈറ്റപ്പിയുടെ ക്യാമ്പൊക്കെ ഇട്ട് ഞങ്ങൾ ഒരുമിച്ച് ഞാനും ബേസിലും കളിക്കാറുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ശക്തിമാൻ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ആള്, അവിടെ വല്ല മിന്നൽ പരിപാടി ഉണ്ടോ? ശക്തിമാന്റെ കാര്യം തന്നെ ഫുള്ളായിട്ട് നമുക്ക് അപ്ഡേഷൻസ് കിട്ടിയിട്ടില്ല. മിന്നലിന്റെ എന്തെങ്കിലും ഉണ്ടോന്ന് പറയാൻ പറ്റില്ല. അവർ ഒഫീഷ്യലി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ഇതുവരെ അങ്ങനത്തെ ഞങ്ങളുടെ കോൺവെർസേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതെ. ഈ ടൊവിനോ പാട്ട് സിനിമ തുടങ്ങുന്ന ആ സമയത്തല്ല, അതിനെക്കാട്ടും എത്രയോ വളർന്നിട്ടുള്ള ഒരു ടൊവിനോ ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സിനിമകളോട് കുറച്ചുകൂടി എളുപ്പത്തിൽ നോകൾ പറയാം. ചിലപ്പോൾ സിനിമകളോട് ഒരു സിനിമ പറയാൻ ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ ബുദ്ധിമുട്ട് നമ്മൾ എടുത്തേ പറ്റും. അതെ, പക്ഷേ സിനിമകളോട് കുറേ കൂടെ സിനിമ തിരഞ്ഞെടുപ്പിലും കുറേ കൂടെ എളുപ്പമാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് സിനിമയാവണമെങ്കിൽ അതെനിക്ക് ആ സിനിമയാവണമെങ്കിൽ അത് സിനിമയാക്കാം എന്നുള്ളൊരു ധൈര്യമുണ്ട്. ഒരു മുൻപിലേക്ക് ഒരു 4-5 വർഷത്തെ പ്ലാനുകൾ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പ്ലാനുകളില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ഞാൻ പണ്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സിനിമകൾ ഇപ്പോൾ എന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ നമ്മളുടെ വലിയ സിനിമകളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നു. പണ്ടത് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു ഗ്രോത്ത് നമ്മൾ ഇൻഡസ്ട്രിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഞാനത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല. പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് സ്കൈസ് ദ ലിമിറ്റ്. നമുക്ക് ആർക്കറിയാം, ചിലപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മളൊരു 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ ഇൻ്റർനാഷണൽ സിനിമകളായിരിക്കും ചിലപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പാൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞൊരു 5-8 കൊല്ലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഇതാണ് പാൻ ഇന്ത്യ. അതിന് മുമ്പ് അതിനെപ്പറ്റി അങ്ങനെ അധികം ആരും സംസാരിച്ച് കേട്ടിട്ടില്ല. ഇപ്പോൾ ഈ ഇൻ്റർനെറ്റും ഒരു ഗ്ലോബലൈസേഷനും ആൾക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല ഭാഷകളിലെ സിനിമകൾ കാണുകയും OTT പ്ലാറ്റ്ഫോംസും ഒക്കെ ആയിട്ട് ചിലപ്പോൾ നാളെ നമ്മൾ ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു പലരും സിനിമകൾ ലോക്കൽ സിനിമകൾ എന്ന് കരുതി, റീജിയണൽ സിനിമകൾ എന്ന് കരുതി നമ്മൾ എടുക്കുന്ന പല സിനിമകളും ഇൻ്റർനാഷണൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഡോക്ടർ ബിജുവിൻ്റെ സിനിമയും അത്തരത്തിൽ അംഗീകരിക്കപ്പെട്ടൊരു സിനിമയാണ്. ഇപ്പോൾ 2 പേരോടും കൂടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ സിനിമ
അഭിനയിച്ച് മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ സിനിമയുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ മനുഷ്യൻ്റെ നന്മയുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ സോക്കോൾഡ് പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സിനിമയെ ബാധിക്കുന്നുണ്ട്. രാഷ്ട്രീയം അല്ലെങ്കിൽ മതം തുടങ്ങിയ കാഴ്ചപ്പാടുകൾ സിനിമയിലൂടെ യാത്രയിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടോ രണ്ടുപേർക്കും? എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സിനിമകൾ ചെയ്യുന്ന സമയത്ത് സിനിമ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ മീഡിയം ആയത് കാരണം കൊണ്ട് നമ്മൾ അതിൽ നിന്ന് മോശം മെസ്സേജുകൾ കൊടുക്കരുത് എന്നൊക്കെ നമ്മൾ ഇത് മതപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം കാണിക്കാനായിട്ട് അത് മാത്രമാണ് ചിന്തിക്കാറുള്ളത്. അല്ലാതെ അങ്ങനെ മതവും രാഷ്ട്രീയവും സിനിമയിൽ ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാര്യം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മതത്തിൽപ്പെട്ട ആൾക്കാരല്ല ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ഒരാളായിരിക്കില്ല. പല രാഷ്ട്രീയ പാർട്ടികളിലുള്ള പല മതങ്ങളിൽ വിശ്വസിക്കുന്ന, ചിലപ്പോൾ ഒരു പാർട്ടിയില്ലാത്ത ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആൾക്കാർ അങ്ങനെ ഒരു നൂറുകണക്കിന് പേര് ഒരു സിനിമയുടെ പിറകിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സിനിമേനെ ഏതെങ്കിലും ഒരു ആശയമായിട്ടോ മതമായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിയായിട്ടൊക്കെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ നമ്മൾ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നിലപാടുകളെക്കാൾ ഏത് പക്ഷത്താണെന്ന് അറിയാനാണ് ആൾക്കാർക്ക് താല്പര്യം. അങ്ങനെ ഒരു പക്ഷവും ഇല്ല, ചിലപ്പോൾ നിഷ്പക്ഷരായിരിക്കും, സ്വന്തമായിട്ട് നിലപാടുണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു പക്ഷത്ത് നിൽക്കണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. കാര്യം ഒരു പക്ഷത്ത് നിന്ന് കഴിഞ്ഞാൽ ആ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന മോശം കാര്യങ്ങൾ നമ്മൾ ന്യായീകരിക്കേണ്ടി വരില്ലേ? ഒരു പക്ഷത്തും ഇല്ലെങ്കിൽ ആര് ചെയ്യുന്ന മോശം കാര്യങ്ങളെയും ചോദ്യം ചെയ്യുകയും ആര് ചെയ്യുന്ന നല്ല കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാനും. ഓക്കെ, ഈ ഹൃദയം കൊണ്ട് നിലപാടെടുക്കുന്ന മുൻപിലെ കാര്യങ്ങളോട് കൃത്യമായി മനസ്സിലാക്കി നിലപാടെടുക്കുന്നവരാണ് രണ്ടുപേരും. തീർച്ചയായിട്ടും ഈ ടോബി പറഞ്ഞ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയമായിട്ടും മതമായിട്ടും സിനിമയായിട്ടും കണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആവശ്യമില്ലാതെ പലതും കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ വല്ലാതെ സുന്ദരം. ഇപ്പോൾ ഞാൻ തന്നെ പല രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിരുന്നു. അപ്പോൾ ഇതിലേതാ ഞാൻ ഇങ്ങനെ പറയാം, ഇപ്പുറത്തുണ്ടായിരുന്നു അപ്പുറത്തുണ്ടായിരുന്നു, ഇതിലേതാ ഞാൻ ഇങ്ങനെ പറയാം. ഇതൊന്നും എൻ്റെ ആശയങ്ങളല്ല, അത് തിരക്കഥയിലുള്ളതാണ്. അത് ചെയ്യണോ വേണ്ടെന്നുള്ള എൻ്റെ തീരുമാനമായിരുന്നു. അതിൽ ഞാൻ കണ്ടത് സിനിമയാണ്. ഒരു സിനിമ സ്കോപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ സിനിമകളിലൊക്കെ ഭാഗമായിട്ടുള്ളത്. എനിക്ക് കിട്ടിയ അവസരങ്ങൾ അതായിരുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ ഒരാൾക്കും എന്നെ എഴുതി കൊടുത്തിട്ടില്ല. എൻ്റെ സ്വാതന്ത്ര്യം അതാണ്. ഒരുപാട് സംസാരിച്ചു. ഇനിയും 1000 ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. പുലരുവോളം സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയക്കുറവുകൊണ്ട് അങ്ങനെ എടുക്കുന്നില്ല. ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന രണ്ടുപേർക്കും ഒരുപാട് ആശംസകൾ. സിനിമ വലിയ വിജയമായി തന്നെ തീരട്ടെ. താങ്ക് യു സോ മച്ച്.